വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ഒന്നുമില്ല, ആ ട്യൂബിന്റെ ലൈറ്റ് ഫേസിലേക്ക് അടിക്കുന്നത്, അതുകൊണ്ടാണ് തിരിച്ചത്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഞങ്ങൾ മൂന്നാർ പോയൊരു വീഡിയോ ആണ്. അപ്പൊ മൂന്നാർ പോയത് കാണുമ്പോൾ ആൾക്കാർ പറയും അച്ഛൻ മരിച്ച് ഇത്രയാകുമ്പോഴേക്കും നിങ്ങൾ മൂന്നാർ പോയി നിങ്ങൾ ഇതാക്കിയ ഞങ്ങൾ പോണ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് അവിടെ പോയിട്ട് തുള്ളി ചാടി ഓരോ സ്ഥലങ്ങളിൽ പോയി കാണാൻ ഞങ്ങൾ ഇവിടുന്ന് നേരെ മൂന്നാറെത്തി ഏതോ ഒരു മൂലയിൽ പോയി മണിക്കൂറുകളൊക്കെ വണ്ടിയിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് വർത്താനം വന്ന് ചിരിച്ചു വരച്ചു. അതായത് ഞങ്ങളുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതുമില്ല. നമുക്ക് കുറച്ച് വിഷമം കാര്യമൊക്കെ അവരോട് പറഞ്ഞ് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് വീഡിയോ എടുക്കാത്ത, അല്ലാണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് മൂന്നാർ കാണാനുള്ള സ്പോട്ടിലേക്കോ കാര്യങ്ങളോ ഒന്നും പോയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയതല്ല. അത് നിങ്ങൾ ചെത്തി അടിച്ച് എനിക്ക് വേറെ പാകമൊന്നുമില്ല. രാത്രി പോവും, നേരം വെളുക്കുമ്പോ അവിടെ എത്തും, വീണ്ടും രാത്രി ആ പോയ സമയത്ത് തന്നെ 12 മണിക്ക് പോയി 12 മണിയാകുമ്പോൾ തിരിച്ചെത്തി. തന്നെയാണ് ഞങ്ങളെ യാത്ര. അല്ലാണ്ട് പ്രത്യേകിച്ച് രാത്രി വരുന്ന നേരത്തിന് കുറച്ച് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു നേരം മാഗി കഴിച്ചു. തന്നെ നമ്മുടെ ഒരു കറക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പോണത് എന്തിനാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും പറയണത് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ടെൻഷനിൽ ഇടയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഞാൻ എന്നിട്ട് അതുപോലെ പൊന്നുനായാലും എല്ലാവർക്കും കുഞ്ഞിനായാലും കുഞ്ഞിൻ്റെതായ ഒരുപാട് ടെൻഷനിൽ നടക്കുന്നതാണ്. പൊന്നുനായാലും പൊന്നിൻ്റെതായ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഒരുപാട് ടെൻഷനിൽ നടക്കുന്ന ഒരാൾക്കാരായതുകൊണ്ട് നമ്മൾ ഈ വീട് അടച്ച് പൂട്ടി ഇങ്ങനെ ഇരുന്ന് മുഖത പിടിച്ചിരുന്നിരുന്ന് നമ്മളെ ഒരു മാനസിക നില തെറ്റിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾക്ക് പറ്റുന്ന നിമിഷങ്ങൾ നമ്മൾ പുറത്ത് പോയി 10 ആളെ കാണലിൽ വർത്താനം പറഞ്ഞ് ചിരിച്ചു ഇത്ര. പിന്നെ നമ്മുടെ ടെൻഷൻ ഒരിക്കലും നമ്മുടെ മക്കളെ ബാധിക്കരുത്. ഇപ്പം എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം ടെൻഷൻ. ഞങ്ങൾ ഒരിക്കലും അത് മക്കളിലേക്ക് കൊടുക്കണില്ല. എന്താ വെച്ചാൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ടെൻഷൻ. അത് നമ്മളെ ടെൻഷൻ ഉണ്ടായിട്ട് കുണിക്കിൻ്റെ ഇഷ്ടങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ ഒന്നും നമുക്ക് കുറയ്ക്കാൻ പാടില്ല. എന്താ വെച്ചാൽ നമ്മുടെ കുട്ടിക്കാലൊക്കെ നമ്മളെ അച്ഛനും അമ്മയും നോക്കി എൻജോയ് ചെയ്ത് നമ്മൾ ജീവിച്ചതൊന്നുമില്ലേ. അപ്പം അതുപോലെ ഒരു കുട്ടിക്കാലം അവർക്കും വേണം. അല്ലാണ്ട് ഞങ്ങളുടെ ഈ വിഷമമുള്ള കാര്യങ്ങളോ അവരുടെ എങ്ങോട്ടും കൊണ്ടുപോകാണ്ട് അവരുടെ ഇതിനുള്ള അടച്ചുകൂട്ടി എൻ്റെ മക്കളെ സംബന്ധിച്ച് ഒരു വെക്കേഷനോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസമോ എല്ലാവരും വിശേഷ ദിവസം ഫുഡ് കഴിച്ചിട്ട് മാമൻ്റെ അവിടെ പോവുക അങ്ങനെയുള്ള ഇതൊന്നും എൻ്റെ മക്കൾക്കില്ല. ഒരു മാമൻ്റെ വീട്ടിൽ പോയി നിൽക്കാനുള്ള ഭാഗ്യം ഒന്നുമില്ല. അമ്മമ്മനെ കാണാൻ പോകാൻ ഇതൊന്നും എൻ്റെ മക്കൾക്കില്ല. അപ്പം അവരുടെ ഒരു കാര്യം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആകെ ഒന്ന് ഞങ്ങൾ കൂടുതൽ ശോഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഭക്ഷണം വെക്കാനുള്ള കണക്ക് ബോധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ പറയണ കേൾക്കുമ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് മേടിക്കാറില്ല. ഇവർക്ക് എന്തെങ്കിലും മേടിച്ചതിന് ഞങ്ങൾ ഷെയർ ചെയ്യാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് അവർ ബാക്കി അവർക്ക് മതി എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാമെന്നല്ലാണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു അടുത്ത കാലഘട്ടത്തായിട്ടാണ് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മേടിക്കില്ല. ആദ്യമൊക്കെ കുഞ്ഞിന് മേടിക്കുന്നതിന് തോന്നുന്നത് കുഞ്ഞിന്, അതായത് കുട്ടിക്കാരുടെ മുഴുവൻ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ഷെയർ ചെയ്യും. ഇപ്പം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് എന്നാൽ അവരെന്തായാലും ബാക്കി വെക്കാനായിട്ട് അവർ രണ്ടാളിലും എന്നിട്ട് എല്ലാവരും കേൾപ്പിച്ചിട്ടുണ്ടാകും. ഉണ്ണിക്ക് പറഞ്ഞില്ലേ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ലാസ്റ്റ് എന്തായാലും ബാക്കിയുണ്ടാവും. അത് എനിക്ക് അത്ര വേണ്ടു, അത് മതി. നമ്മളങ്ങനെയാണ്. പക്ഷെ അത് പുറമെന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാർ തെറ്റിയിരിക്കുന്നത് നമുക്ക് ഒരു പാവില്ല. എല്ലാവരും തെറ്റിദ്ധാരണ മാറ്റാൻ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പറയുന്നത് മാത്രമല്ല. പിന്നെ നമ്മൾ മരിച്ചു പോയ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇനി മരിച്ചു പോയ ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലേ, മരിച്ച ആൾക്ക് വേണ്ടി ജീവിക്കുന്നത് ആ സമയത്താണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് അവർ മരിച്ചു പോയി കഴിഞ്ഞിട്ട് 41 ദിവസം വീണ്ടും മുറ്റത്തെ ഇറങ്ങില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനൊന്നും അർത്ഥം എന്നെ സംബന്ധിച്ച് അതിനേക്കാളും വേദം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാനുണ്ടോ അത് ചെയ്യാം. പിന്നെ മരിച്ചു പോയിട്ട് കൊല്ലത്തിലൊരിക്കൽ പോയി ബലിയിടുക അല്ലെങ്കിൽ വാവിന് പോയിട്ട് ബലി, അതിനൊന്നും നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് നമ്മുടെ മനസ്സിൽ തൃപ്തി. പക്ഷെ അതിനേക്കാൾ വലിയ തൃപ്തി എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനായാലും എൻ്റെ മക്കളോടായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മയും നോക്കുക. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മയും അച്ഛനമ്മമാരും പറഞ്ഞത് നല്ലൊരു ആരോഗ്യം വേണം. ഈ മരിച്ചിട്ട് അവിടെ ചവിട്ടാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ ചവിട്ടി നിരത്തിക്കുക. മരിച്ചിട്ട് ആ കുഴിയിലുണ്ടെങ്കിൽ അവിടെ ചവിട്ടാൻ പാടില്ല. ഇവിടെ അതിനൊന്നും അർത്ഥമില്ല. ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് കള്ളതൊക്കെ വീട് വെക്കും. അവിടെ കുറച്ച് വീട് വെച്ച് അതിന്റെ ഇരട്ടി വിടത്ത് കുടിക്കാലോ. അല്ലാണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അർത്ഥം എനിക്ക് ഫീൽ ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ എന്നുള്ള കടമ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാം. അത് സ്വത്തും അതിലും അളന്നിട്ടല്ല. അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്ത് ഇത്ര കിട്ടിയിട്ട് അല്ലെങ്കിൽ അമ്മയുടെ സ്വത്ത് ഇത്ര കിട്ടിയിട്ട് നമ്മൾ അവരെ നോക്കാൻ പാടും എന്നിട്ട് നമ്മുടെ സാമ്പത്തികം. എന്നെ സംബന്ധിച്ച് ഒരുപാട് സാമ്പത്തികം ഇല്ല.
ഞങ്ങളോട് പറ്റണത് അച്ഛനും അമ്മയും പോവാ നോക്കുക അല്ലെങ്കിൽ അവർക്ക് പിന്നെ എന്തെങ്കിലും മറ്റുള്ളവരെ നാട്ടിൽ നിന്ന് ഒരു പേര് കിട്ടാനോ അല്ലെങ്കിൽ ഓരോ സംഘടനയ്ക്ക് പേര് കിട്ടാനോ നമ്മളതിന് അംഗീകരിക്കാറുമില്ല. ഞങ്ങള് രണ്ടാളും ഞങ്ങളുടെ മനസ്സിന്റെ തൃപ്തി, അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടി അവരെന്ത് പറയുന്നു വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിക്കാറില്ല. അനിയനോട് ഇപ്പോഴും ഞാൻ പറഞ്ഞത് നമ്മളെ മനസ്സിൽ തൃപ്തി, നാളെ അവർക്ക് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നരുത്. നമുക്കൊരു നേരം അവർക്ക് വേണ്ടി നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം. അതിന് അച്ഛനമ്മ നമ്മളെ സ്നേഹിക്കണമെന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിരിക്കുന്നു അനുവേട്ട അച്ഛനമ്മ എന്നെ സ്നേഹിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. അപ്പം അനുവേട്ടൻ നിൽക്കുമ്പോൾ എന്നാണ് എനിക്ക് എന്നെ സ്നേഹിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ചെയ്യണത് അനുവേട്ടൻ്റെ അച്ഛൻ അമ്മ എന്നുള്ളൊരൊറ്റ ആ രണ്ട് വ്യക്തി സ്നേഹിക്കാത്ത എന്താ വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലുള്ളത് തന്നെ. അതായത് ഒരു ചെറിയൊരു ചായവ് എന്തെങ്കിലും പൈസ കൂടുതലുള്ളവരാണ് ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ചില്ല. ഇതൊന്നും കണക്കാക്കാണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്കൊന്നും വേണ്ട. ഞാൻ എന്നോട് ഒന്ന് പറയാം, ദൈവത്തിന്റെ എത്രയോ മുതലുണ്ട്. ദൈവം ഒന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടില്ല. അല്ലാണ്ട് ഇപ്പൊ ഒരാൾ വിചാരിച്ചോണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. ഇപ്പോഴും പറയാം, ഞങ്ങൾ ഇരിക്കുന്ന വീട് അച്ഛൻ തന്ന സ്ഥലത്ത്, അത് പറയാൻ ഒരു ലോകത്തിന് മുന്നിലും എന്നെ സംബന്ധിച്ചിരിക്കും പാടില്ല. അനുവേട്ട അച്ഛൻ തന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. അനുവേട്ട അച്ഛൻ തന്ന ഓരോ സ്ഥലം വിറ്റിട്ടാണ് ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളും കടബാധ്യതകളും ഞങ്ങൾ വീട്ടിൽ. അത് പറയാം, ഞങ്ങൾക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഒരു മടിയില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റാണ്ടല്ല, ഒരു ഭാര്യ എന്നുള്ളതൊക്കെ എനിക്ക് 10 ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു സാധാ ഗൾഫുകാരൻ ഡ്രൈവർക്ക് അത് അതിൻ്റെ അപ്പുറം താങ്ങാനുള്ള ആവശ്യമില്ല. പിന്നെ മൂത്ത മോൾക്ക് വയ്യണ്ടേ, രണ്ടാമത്തെ മോൾക്ക് വയ്യണ്ട, അതൊക്കെ പോരാണ്ട് കുണുക്കിക്കൊരു ന്യൂമോണിയ വന്ന് 1.5 ലക്ഷം രൂപത്തോളം നമ്മൾ ചിലവാക്കിയ കണക്കല്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങളുടെ താങ്ങുന്നതിൻ്റെ അപ്പുറം ഇതൊക്കെ ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ ലൈഫിൽ അത് ട്രാജഡി. ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇതൊക്കെ വന്നിട്ടും എന്നോട് ചേച്ചി പറഞ്ഞല്ലോ, നിന്നെ ദൈവം ഒടിച്ചിട്ടില്ലല്ലോ, വളച്ചിട്ടല്ലോ ശരിയാ, ഒടിക്കാൻ സമ്മതിച്ചിട്ടില്ല ദൈവം. അപ്പോൾ ആ ദൈവത്തിന് എവിടെയോ മനസ്സിൽ ഞങ്ങളോടൊരു കാര്യം വെച്ചാൽ, ഞാൻ വേറെതാക്കി പറഞ്ഞ എൻ്റെ മോളൊപ്പം ചികിത്സ എത്രയോ കുട്ടികൾ അവർക്ക് ചികിത്സിച്ച് വീടിരിക്കുന്ന വീട്. ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഈ താഴ്ചയിലാണ് ലാസ്റ്റ് അതുകൊണ്ട് വിൽക്കുക എന്നോട് വിറ്റു. അത് 4 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഫോൺ വിളിച്ച് പറയാം, ഞാൻ അതും വിറ്റു, പക്ഷെ എനിക്ക് എൻ്റെ കുട്ടീനെ അങ്ങനെ അവിടത് എൻ്റെ കുട്ടീനെ എനിക്ക് ദൈവം തന്നില്ല. അപ്പം അങ്ങനെ അനുഭവിക്കുന്ന ഒരു ലോകത്തുണ്ട്. അപ്പം ദൈവം അങ്ങനെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ ചികിത്സിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ മോളെ 2.5 വയസ്സിൽ ഞാൻ സുഖം അവിടെ ചികിത്സിച്ചു. ഞങ്ങൾക്ക് അവിടെ കണ്ണ് നിറയെ കാണാൻ ദൈവം തന്നു. അതിന് വലിയ ഭാഗ്യമൊന്നും നമുക്ക് വേണ്ടല്ലോ ചേട്ടാ. നാളത്തെ കാര്യം ആർക്കും എന്ത് ഒന്നും പറയാൻ പറ്റില്ല, ഇന്നത്തെ കാര്യം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ ഈ ഉള്ള നിമിഷം പൊന്നു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പൊന്നിനോട്, ഞങ്ങൾ ഇല്ലുണ്ട് ക്രിസ്മസിനായി ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് എന്നാണ്. അപ്പോൾ പൊന്നിനും അമ്മ ആകെ ഒരു സന്തോഷം സമാധാനം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ്. അതുകൂടി ഇല്ലാന്നെങ്കിൽ അത് അച്ഛൻ്റെ അടുത്ത് സമാധാനം, അച്ഛൻ്റെ അടുത്ത് എന്നാൽ അവർ രണ്ടാളും ഒറ്റയ്ക്ക് ഇപ്പോൾ വീട്ടിലുള്ള. അപ്പോൾ ആ ഒരു സന്തോഷം സമാധാനം അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഒരു ഹാപ്പിനെസ്. അതില്ലാണ്ടാക്കില്ല അമ്മ നമുക്ക് എല്ലാവരും. അപ്പോൾ എനിക്ക് വരുന്ന എൻ്റെ മക്കളുടെ സന്തോഷമാണ്. മരിച്ചു പോയ ഒരാളുടെ പേരും പറഞ്ഞിട്ട് എൻ്റെ മക്കളുടെ സന്തോഷങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. നമ്മളെന്താ ചെയ്യും, നമ്മള് സ്വന്തം അങ്ങനെ ആർഭാടായിട്ട് നടക്കുക, അല്ലെങ്കിൽ ആർഭാടായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്നത് വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു ഷോട്ടുകളാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ലൈഫിൽ 24 മണിക്കൂറിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വെറും 1/2 മണിക്കൂറത്തെ ഒരു വീഡിയോ ആണ്. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എന്തൊക്കെ അനുഭവിക്കണോ, എന്തൊക്കെ കാര്യങ്ങളോടാണ് ഞങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾക്ക് മാത്രമല്ല. അപ്പം നെഗറ്റീവ് പറയുന്നവർക്ക് എളുപ്പമാണ് സംഗതി. ഒരാളെ കുറ്റപ്പെടുത്താൻ നല്ല എളുപ്പം, പക്ഷെ ഒരാളെ മനസ്സിലാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കുറ്റപ്പെടുത്താൻ നമുക്ക് വായനാവുണ്ടായാൽ മതിയല്ലോ, സുഖമാണ് കുറ്റപ്പെടുത്താൻ. പിന്നെ എൻ്റെ ഒരാഗ്രഹം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനെ കൊണ്ട് എൻ്റെ മക്കളെ കെട്ട് നിറയ്ക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടില്ല. അതെന്നും ഞാൻ പറയുന്നത്, ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഈ പ്രാവശ്യം പോവാൻ അച്ഛന് വയ്യാണ്ട് അമ്മയ്ക്ക് പോവാനേട്ടാ. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. സാധിക്കുന്നതാണ് വിചാരിച്ചു പറ്റില്ല. എന്നാലും ആ കെട്ട് നിറയ്ക്കുന്ന സാന്നിധ്യത്തില് അച്ഛവടി ഉണ്ടായിരുന്നു, അത് മതിയല്ലോ. അത് വന്നേ അച്ഛന് സത്യം 10 മിനിറ്റ് കഴിയുമ്പോൾ തീരെ വയ്യ. അങ്ങനെ അച്ഛൻ വരുന്നില്ല എന്താ ചെയ്യാ? അപ്പൊ അച്ഛൻ വരുന്നില്ല. അപ്പോൾ അനിയൻ പറഞ്ഞു പോവാണ്ടിരിക്കാൻ പറ്റാണ്ട് അനിയനാണ് നിർബന്ധിച്ച് അച്ഛനെ കൊടുത്തു. അച്ഛന് തീരെ വൈകി പറയാൻ പറ്റില്ല, ഉന്നോളം കെട്ടുന്നല്ല നമുക്ക് പോകണം. പിന്നെ അച്ഛൻ എല്ലാ മാസം 1 തീയതി മരിക്ക് പോകുന്ന ഒരാൾ, ഒരു ഗുരുസ്വാമി. അപ്പോൾ ഒരു കെട്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ലൈഫിൽ അച്ഛനത് കാണാൻ സത്യത്തില് ഞങ്ങൾ വിചാരിച്ചിട്ട് ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ നല്ലൊരു കെട്ടുന്നതെന്ന് നടക്കുന്നത് ഒരിക്കലും പെട്ടെന്ന് അതിപ്പോൾ കാര്യം 2 അനിയനും എല്ലാവരും കൂടി വേണ്ടിയിട്ട്
എൻ്റെ ഏട്ടനായാലും എല്ലാവരും കൂടി ആയിട്ട് ഞങ്ങൾക്ക് സഹകരിച്ചു. ഞങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നല്ലൊരു കെട്ടുന്നവ നടത്താൻ പറ്റി. ഞാൻ ഒരിക്കലും അനിയനും ദുബായിലുള്ള ചേട്ടനും ഷാർജയിലുള്ള ചേട്ടനും അത് തന്നെയാണ് അവരൊക്കെ മെയിനായിട്ട് നമ്മളോട് ഒപ്പത്തിൽ നിന്നപ്പോൾ അവൻ നമുക്ക് ചെയ്യാനും നമുക്കൊരു ബലം വേണം, ഒരാളോട് സപ്പോർട്ട് അത് അനിയൻ്റെ അനിയനോട് നമുക്ക് നടത്താം, വീട്ടിൽ നടത്തിയാൽ മതി ഉറപ്പിച്ചു. എനിക്ക് ആഗ്രഹം ഞാൻ പറഞ്ഞില്ല, എന്താ വെച്ചാൽ നമ്മോട് പെറ്റോ ഇല്ലേ എന്നറിയാത്താണ് ഞാൻ റിസ്ക് എടുത്തില്ല. പക്ഷെ ഞങ്ങൾക്കത് സാധിച്ചു. അപ്പം എന്താണെന്ന് പറയുക, എല്ലാം പോലെ പെറ്റുന്ന പോലെ ഞങ്ങൾക്ക് ചെറിയൊരു കെട്ടുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടത്തണം എന്നൊരാഗ്രഹം അത് അയ്യപ്പ സാധിച്ചു. എന്നാലും എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ തറവാട്ടിലെ അയ്യപ്പ കെട്ടുന്നറയ്ക്ക് ശേഷം നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു കെട്ടുന്നത് നമുക്ക് ഭംഗി പോലെ. അതൊരു അയ്യപ്പൻ്റെ അനുഗ്രഹം, ചേച്ചി നമ്മുടെ ചേച്ചിയുടെ ഒരു അനുഗ്രഹം അത് ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചി നമ്മുടെ കൂടെ നിന്ന് അനുഗ്രഹിച്ചിട്ട് തന്നെയാണ്. ദൈവത്തിന് തുല്യമുള്ള ഒരാളാണ് നമ്മുടെ കൂടെ നിന്ന്. അവരെല്ലാവരും അനുഗ്രഹത്തിൽ തന്നെയാണ് നമുക്ക് അവർ കെട്ടുന്നത് നടന്നത്. അപ്പൊ എന്താ പറയാൻ നമ്മുടെ യാത്രകളൊക്കെ ഈ പറഞ്ഞ യാത്രകളായാലും എല്ലാം ചേച്ചിയുടെ സാന്നിധ്യം തന്നെയാണ് നമ്മളെ ഈ ഇങ്ങനെ ഞങ്ങളൊന്ന് ജീവിച്ചിരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് ജീവനോടെ ഇരിക്കണമെങ്കിൽ അത് ഞങ്ങൾ ചേച്ചി കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോഴും ജീവനോടെ ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം. പിന്നെ ഞങ്ങളിന്ന് കൊല്ലത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അതും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി അച്ഛൻ്റെ അടിയന്തരത്തിലൊന്ന് കണ്ടിട്ട് അവർ പോയി തൊഴുതപ്പോൾ അവർ വന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ ചേച്ചി കൊല്ലത്തൊരു അമ്പലമുണ്ട്, ചേച്ചി മണി കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നു. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനം അത്ര നമ്മൾ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാവരും സമാധാനം ഓരോ കാശില്ലാണ്ട് അവിടെ സമാധാനം ഉണ്ടെങ്കിൽ ഒക്കെ ആയില്ലോ. അപ്പോൾ അതിനിടയിൽ ഇന്ന് എൻ്റെ അടിച്ചു മാത്രം നമുക്ക് പോയാലോ, ഞങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചു പോയാലോ അപ്പം നമുക്ക് എല്ലാവരും കൂടി പോവാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൊല്ലത്ത് ഒരു അമ്പലത്തേക്ക് തൊഴാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുഞ്ഞിന് വരാൻ പറ്റില്ല, കുഞ്ഞിന് വരാൻ പറ്റാത്ത ടൈമാണ്, കുഞ്ഞിന് കൊണ്ടുപോകായിരുന്നു, കുഞ്ഞിന് വരാൻ പറ്റാത്ത ടൈമാണ്. എന്നാലും കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അനുസരിക്കുക, അവർക്ക് നല്ലത് തരാണ്ട് നമ്മള് സ്വന്തം അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. നമ്മള് ഒന്ന് രണ്ടാൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കെട്ടാറുണ്ട്, നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ മണി കെട്ടണം. ഒന്ന് രണ്ടാൾക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളെക്കാൾ ഒരു പക്ഷേ ഒരു പടി മുന്നിലാണ് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അതായത് എല്ലാം സാധിച്ചു തരുന്നതല്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കണലിൽ ചാടാൻ വേണ്ടി അത്ര തയ്യാറാണ്. അത് വെറുതെ പറയണതല്ല, മനസ്സ് തൊട്ട് പറയണതാണ്. നമ്മളെ കൈപിടിച്ച് ഒരു താങ്ങി തരുന്ന പറയുന്നത് നമ്മൾ അവരെ കൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ വെച്ചെങ്കിൽ നമ്മൾ അതിന് എത്ര നമ്മുടെ ലൈഫിൽ ഞങ്ങൾ ഉണ്ടാകുന്ന സന്തോഷം ഇന്നേരം ഞങ്ങൾ ഒരാളും ചോദിച്ചിട്ടില്ല. നാവുകൊണ്ട് പോലും നമ്മൾ പിണങ്ങിയിട്ട് സ്നേഹിക്കുമ്പോൾ സ്നേഹിച്ചിട്ടുള്ളൂ, ആ പിണക്കം മനസ്സിൽ വെക്കാണ്ട്. എൻ്റെ സ്വഭാവം നമ്മൾ പിണങ്ങും കുറേ വർഷം, പിന്നെ മിണ്ടുമ്പോൾ ശേഷം നമ്മുടെ മനസ്സിൽ കറകളില്ലാണ്ട് വേണം മിണ്ടാൻ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഞാൻ തന്നെയായിട്ടുള്ളത് മിണ്ടി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കറകളൊക്കെ ആയാലും പിണക്കം ഓൾറെഡി പിണക്കുണ്ടാവും. കാരണം ലൈഫിൽ എല്ലാവരും ലൈഫിലുള്ള കാര്യം തന്നെയാണ് പിണക്കാണ്. കാരണം അത് മാറുമ്പോൾ അത് മാറണം, അല്ലാണ്ട് അത് മനസ്സിൽ നമ്മളൊരാൾക്ക് വേണ്ടി നമ്മൾ ദ്രോഹിച്ചിട്ടില്ല. അതാണ് കയറ്റം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സത്യമാണ് അച്ഛന് എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ കാര്യം ഇവിടെ എന്നും ഞാൻ കരുതാം. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ കരയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയണില്ല. അച്ഛൻ കുറച്ച് കാര്യങ്ങള് ആരേനെ കൈപ്പിടിക്കണം, ആരേനെ ഒഴിവാക്കണം എന്നുള്ളത് അച്ഛൻ പോക്കുന്നത് നമുക്ക് മനസ്സിലായി. അച്ഛൻ പോയിട്ടും നമുക്ക് അത് തെളിവ് കാട്ടുന്നു. അമ്മയുടെ സ്വപ്നത്തിലൂടെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. ഞങ്ങൾ വീട്ടിലേക്ക് ഉറങ്ങാൻ വന്ന ആൾക്കാരാണ്. പക്ഷെ അമ്മ പെട്ടെന്ന് അച്ഛൻ്റെ സ്വപ്നത്തിലൂടെ അമ്മ പെട്ടെന്ന് പേടിച്ചെടുത്തിട്ട് ഞങ്ങളാണ് വിളിച്ച് ഞങ്ങൾ പോയപ്പോൾ അച്ഛൻ അതും ഞങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്. കൂടെ നടക്കുന്നത് വിഷവിത്തുക്കളാണ് അകറ്റാൻ, അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൽ. അത് നമ്മുടെ ചേച്ചിനോട് എന്ന് പറയും, മക്കളെ നിങ്ങളെ ദൈവം കൈവിടില്ല. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് നമ്മുടെ ലൈഫ്. ഓരോ കാര്യം നമ്മൾ ഈ പറയണെന്താണ്, ഓരോ കാര്യം ദൈവം തളർത്തുന്നുണ്ടെങ്കിൽ ഒരു വശം നമ്മളതിനെ ഓരോന്ന് കാണിച്ച് തന്നു നമ്മളെ കൈ പിടിച്ച് കയറ്റുന്നു. ചേച്ചി പറഞ്ഞല്ലേ വളയ്ക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട്, പക്ഷെ ഒടിക്കാൻ സമ്മതിക്കില്ല. ആ ഒരു ഇത് സത്യം. പല തവണ നമ്മൾ വളയുന്നത് നമുക്കറിയാം. നമ്മൾ വലഞ്ഞ ഇപ്പൊ തീരും എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ തീരാൻ അപ്പോഴേക്കും നമുക്ക് ഒരാളാണ് കൈത്താനായിട്ട് നമ്മളെ രക്ഷിക്കും. അതൊന്നിന് എൻ്റെയോ അന്യേട്ടൻ്റെയോ മനസ്സിന്റെ നന്മയാണ് അതിൻ്റെ ഒരു കാരണം എന്ന് എനിക്ക് പറയുന്നത്. എന്താ വെച്ചാൽ
ഞങ്ങളിലുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളിൽ ഒന്നുമില്ല, ഓട്ട കൈയാണ്. നമ്മുടെ ശരീരം അല്ല, നമ്മള് ഇപ്പോഴും പറയാം ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. കാശോട് മാത്രമേ ഞങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സോട് പ്രാർത്ഥിക്കും. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യില്ല ലൈഫിൽ. അങ്ങനെയുള്ള 2 വ്യക്തിയോടെ ഞാൻ അത് എന്തൊക്കെ ആരൊക്കെ നമ്മൾ തലകുത്തി പറഞ്ഞാലും നമ്മുടെ കൈയോട് നമ്മളൊരാൾക്ക് വേണ്ടി ദോഷം ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക. അല്ലാണ്ട് മരിച്ചു ചെയ്ത് ആ പേരും പറഞ്ഞിട്ട് ഒരു കൊല്ലം പുറത്ത് പോകാണ്ട് മക്കൾ അടുത്ത കൊല്ലം ഞങ്ങൾ ആരുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ കൊല്ലം നമ്മുടെ മക്കൾ ചെറിയ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ശോഭയെ പോയതായാലും മൂന്നാർ പോയി കണ്ടത്. ഞങ്ങൾ പ്രത്യേകിച്ച് എവിടേക്ക് പോയിട്ടില്ല. എവിടെ സ്ഥലത്ത് പറഞ്ഞിട്ട് 4 മണിക്കൂറില് 22 മണിക്കൂർ വണ്ടിയിലാണ്. 2 മണിക്കൂർ ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. എന്നിട്ട് എത്ര ആള് പോയിട്ട് വണ്ടിയിൽ ഇരുന്നുറങ്ങാൻ തന്നെയാണ്, കിടന്നുറങ്ങാൻ പറ്റും. കിടന്നുറങ്ങുന്നില്ല, ഞങ്ങൾ വണ്ടി തണല് കൊണ്ടിട്ടു സുഖമായിട്ട് എല്ലാവരും ആൾക്കാർ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം പോയത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ പെട്രോളിന്റെ ചെലവും പിന്നെ കൂടി കഴിഞ്ഞ 2000 രൂപയാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെലവുണ്ട്. ഈ കണ്ട ആൾക്കാരോട് നമ്മുടെ പെട്രോളിന്റെ ആവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി ചെലവ് 2000. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവായിട്ടുള്ള 3 പോകാൻ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആർഭാടങ്ങളായിട്ട് ഒരു ചെലവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കുറച്ച് കട്ടൻ ചായ കുടിച്ചു, ഒരു മാഗി, ഇത്രയ്ക്ക് തന്നെ. അത് പക്ഷെ ആ ഒരു മാഗി ഒരു കഴിക്കുമ്പോൾ ഒരു 3 കഴിക്കുമ്പോൾ ഒരു ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ എന്ത് കഴിക്കണം അങ്ങനെ ഹാപ്പിനെസ്. പിന്നെ 3 ഒക്കെയല്ലേ സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മതി. അയ്യോ മോനെ കാണില്ല, അമ്മയ്ക്ക് പൊന്നിനെ എന്റെ വിശേഷം സുഖാണോ കുറ്റമ്മയുടെ ചാച്ചന്റെ കൂടെയാണ്. അമ്മയുടെ കൂടെ അമ്മമ്മയുടെ കൂടെയാ. അമ്മ പോയി അച്ഛന്റെ വീട്ടിൽ പോയിട്ടാണ്. കാത്തുവിടെ നിന്നു അറിയ, കാത്തുവിടെ നിന്നു അറിയും. കാറ്റമ്മാമ്മയുടെ കൂടെ നിന്നു അറിയും. ആരെയും ഇഷ്ടം, ആരെയും ഇഷ്ടം. അപ്പാപ്പോടേക്ക് ആരെയും ഇഷ്ടം. കാത്തൂനെ ചിത്തം അമ്മേനല്ല കാത്തൂനിയ കാത്തുമ്പോ എന്താ മാമിക്കുമ്പത്തേക്ക് ഇതാണ് കേട്ടാണ് നിങ്ങളുടെ കുഞ്ഞ ലൈഫ്, കുഞ്ഞ് സന്തോഷങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതും ചിന്തിക്കുന്നത്. ഈ 3 ചെറിയോറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ലൈഫ്. ബൈ പിന്നെ ലവ് യു പ്ലീസ്. എന്റെ മൂക്കില് ഇപ്പൊ എപ്പോഴും സുഖമാണ്. ഇവിടെ ഇട്ടിങ്ങനെ തിരിപ്പിക്കാം. അപ്പൊ ഞങ്ങള് കൊല്ലത്തൊരു അമ്പലത്തേക്ക് പോവാണേ. ബൈ. അങ്ങനെ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞൊന്ന് രാത്രി ഞങ്ങൾ ശോഭയിൽ പോയി വന്ന് ശേഷം ഞങ്ങളൊരു 12 ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മൂന്നാർക്കുള്ള ട്രിപ്പായിട്ട്. സത്യം ഇട്ട ഡ്രസ്സുകളൊക്കെ എന്നെ എല്ലാവരും അങ്ങോട്ട് കയറി. പ്രത്യേകിച്ച് മേക്കപ്പോ കാര്യങ്ങളൊന്നും ലിപ്സ്റ്റിക് ഇട്ട് ആ ഇട്ട ഡ്രസ്സുകളൊക്കെ കയറി. ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ മേക്കപ്പ് ചെയ്യുക, എന്താ വെച്ചാൽ ഈ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാനല്ലേ ഈ കയറുന്നത്. അങ്ങനെ നമ്മുടെ കുണുക്ക ഉറങ്ങി, കുണിക്കുമ്പോൾ ഉറങ്ങി, കാർത്തുമ്പോൾ ഉറങ്ങി. ഇപ്പം ഞാനും ഇപ്പോൾ ഞങ്ങളത് ഈ പകുതിക്ക് തോന്നുന്നു അങ്കമാലി അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയേട്ടാ. എന്താ വെച്ചാൽ ഞാൻ രാത്രി അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷവായി അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുണുക്കനെ എന്നെ മേടിച്ചു. ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമില്ലാത്ത തന്നെ അത് കുണുക്കി കഴിച്ചിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വിശന്നു കിട്ടാം രാത്രി ഒന്നും കഴിക്കാത്തതാണ്. അപ്പം ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ച് ബിസ്ക്കറ്റും ചായ കൂടി കുടിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആ ബിസ്ക്കറ്റിന് കുറച്ച് സ്മെല്ല് മിസ്റ്റേക്ക് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞാ ഡേറ്റ് ഏറായി നോക്കിയൊക്കെ സ്മെല്ലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞില്ല അമ്മ ഡേറ്റ് കഴിയും 3-4 മാസം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ശരി എന്നിട്ടൊരു 5-6 ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കഴിച്ച് അങ്ങനെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ മൂന്നാർ ചുരമൊക്കെ കയറി എത്തിയപ്പോണ്ടല്ലോ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടാ. എന്തോരം തണുപ്പെന്ന് പറഞ്ഞാൽ തരാം. പക്ഷേ 0 ഡിഗ്രിയാണ് മൂന്നാർ തണുപ്പ്. പക്ഷെ അത്രയൊന്നും എനിക്ക് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ
ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, 0 ഡിഗ്രി ഒന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഷട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ, ചെറിയ കുട്ടികളോട് കിടക്കണം. പക്ഷേ ഭയങ്കര തണുത്ത കാറ്റായിരുന്നു കേട്ടോ, തണുത്ത കാറ്റ് ഭയങ്കര ഒരു ഹാപ്പിനെസ് മൂഡ് കേട്ടാണ്. ഞങ്ങൾ അപ്പോഴേക്കും കുടിക്കുക അവർ സോക്സ് ഇടിച്ച് ഷൂ ഇടിച്ചു കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ഞങ്ങൾ ഡ്രസ്സുകൾ കാരണം പിടിച്ചിട്ടുണ്ടോ ഒരു ജോഡി വേണമെങ്കിൽ ഇടാലോ വെച്ചിട്ട്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി വന്നില്ല കേട്ടോ. ഈ ഒരു തണുപ്പിക്ക് തോന്നുന്നു ഒരു 8 മണി വരയ്ക്ക് തന്നെയുള്ളൂ മൂന്നാർ ഈ ഒരു തണുത്ത കാലാവസ്ഥ. കുളിക്കുമ്പോഴൊക്കെ വിറക്കി നോക്കി ഇവിടെ 2 ആൾ കെട്ടിപ്പിടിച്ച് തണുത്തിട്ടാണ് കേട്ടോ എല്ലാവരും കെട്ടിപ്പിടിച്ച് സത്യം പറഞ്ഞാൽ വിറക്കിയാണ് ഇങ്ങനെ ആടിങ്ങനെ കിടുകിടുന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. ഭയങ്കര അതിനായിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് പിടിച്ച് വരച്ച് കൊടുത്തിട്ട് ഞാൻ ഫോൺ അവർക്ക് കൊടുത്തപ്പോൾ ഞാൻ ഷാള് പൊതിച്ചിട്ട് കിടുകിടുന്ന് പറയട്ടെ ഭയങ്കരമാണ്. നിങ്ങൾക്ക് നോക്കിയാണ് കാറ്റ് നല്ല തണുത്ത കാറ്റാട്ടോ, നല്ല തണുത്ത കാറ്റ് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഡ്രസ്സ് കാണുമ്പോൾ നിൽക്കാറ് നല്ലൊരു ഭയങ്കര ഒരു രസമുള്ളൊരു ടൈം കേട്ടോ. നമ്മൾ ഭയങ്കരമായിട്ട് സമയം ഒരു 6:15 നേരമായിരുന്നു തോന്നുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞങ്ങളവിടെ പുറത്തിറങ്ങി നിന്നിട്ട് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഒരു 10-20 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ തണുത്തിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ള നേരം ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മുടെ ആ ഒരു സന്തോഷം നമുക്ക് ഇങ്ങനെ കുറേ ആൾക്കൂട്ടത്തിലേക്ക് പോകണേക്കാളും ഇഷ്ടം ആരുമില്ലാത്ത ഏരിയയിൽ ഇങ്ങനെ കുറച്ച് നേരം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പോയി ഇരിക്കാൻ പറ്റില്ല, ചൂട് വെയിലത്തൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് എവിടെയും ഒന്ന് ഓപ്പണായിട്ട് ഇരിക്കുമ്പോൾ തണുവും കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെ നല്ല രസമാട്ടോ, നല്ല തണുപ്പാണ്. പോയിരുന്നതിനായിട്ട് ഞാൻ അവിടുന്ന് പിടിച്ചേച്ച് അപ്പോൾ എന്നിട്ട് കെട്ടിപ്പിടിച്ച് കേട്ടോ തണുത്തിട്ട് ഇങ്ങനെ ആടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടിക്കട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം പോണ സ്ഥലമായിട്ട് ഭഗവതിക്കുളം എന്നിട്ട് അവിടെ ഇങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. എന്നുണ്ട് പോയപ്പോൾ ഭയങ്കര തിരക്ക്. സത്യം അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാറുണ്ട്. ഇതിന് മുന്നേ നമ്മുടെയൊക്കെ വീഡിയോയിൽ ആരും ഉണ്ടാവാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വെക്കേഷൻ ടൈം ആയി കാരണം അവിടെ നിറച്ച ആൾക്കാരെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങളവിടെ നിന്നില്ല. അവിടെ നിന്ന് മാങ്ങ വേണമെന്ന് പറഞ്ഞ് മാങ്ങയും ചോളമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അപ്പനെ പോന്നിട്ട് കണ്ട രാവിലത്തെ വിശപ്പിന് ഞങ്ങൾ കുറച്ച് മാങ്ങി പൈനാപ്പിളും ഇളനീരൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടെ ഞങ്ങൾ അപ്പനെ പോന്നിട്ട് പിന്നെ ഒരു തണലുള്ള സ്ഥലത്തോണ്ട് വണ്ടി ഇട്ടിട്ട് ഷെബിക്ക് ഉറങ്ങാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഷെബി ഉറങ്ങിയില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. എനിക്കൊന്നൊരു 2-3 മണിക്കൂർ ഞങ്ങൾ വണ്ടിയിൽ കിടന്ന് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുടിക്കിന് കുറച്ച് ഫോട്ടോസൊക്കെ അച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാ കണ്ടോ മൂന്നാറിൻ്റെ ഒരു ഭംഗി നോക്കി. ഞാൻ ചുമ്മാ പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് മൂന്നാറിനോട് ഒരു ഭയങ്കര ഇഷ്ടമാട്ടോ. എവിടേക്കാണ് പോകുക വെച്ചാൽ ആദ്യം ഞാൻ മൂന്നാർ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഭക്ഷണമോ കാര്യം, പക്ഷേ അവിടുത്തെ ആ ഒരു തണുപ്പിൽ ആ തേയിലത്തോട്ടത്തിനവിടെ പോയിരുന്ന ഒരുപാട് ടെൻഷൻ കുറേ കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 മണിക്കൂർ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വണ്ടി അടുത്തത് ഇവിടെയാണ് കൊണ്ടിട്ടത്. നിങ്ങൾക്ക് കണ്ടറിയാം ഒരാളും എനക്കൊന്നുമില്ലാത്ത സ്ഥലത്ത് വേറൊരു കാറുകാരൻ ഞങ്ങൾ വണ്ടി ഇട്ടപ്പോൾ അവിടെ എന്തോ ഉള്ളത് വെച്ചിട്ട് അവർ കൊണ്ട് വണ്ടി ഇട്ടത് തന്നെ. എന്നിട്ട് അവരവിടെ നിന്നിട്ട് എന്തോ കഴിക്കുന്നുണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഷെബിയോട് വണ്ടിയിൽ കയറിയിട്ട് ഷെബി 1 മണിക്കൂർ നിന്നിട്ട് ഞാൻ ഷെബിയോട് പറഞ്ഞു ഷെബിയായിട്ട് കുറച്ച് നേരം ഉറങ്ങിക്കോ, ഞങ്ങളിവിടെ പുറത്തിരിക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഒരു 2-3 മണിക്കൂർ ഒരാളോ എനിക്കില്ലാത്ത ഇവിടെ ഇരുന്നു. ഇത്ര തന്നെയാണ് ഞങ്ങൾ മൂന്നാർ യാത്രയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ മക്കളെ കുട്ടീസുകളെ റീലെടുക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇവർ 4 ആൾ കൂടി എടുക്കുമ്പോൾ നമ്മൾ കാർത്തും വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സ്വപ്നമാണ് ഈ ഒരു ഗ്യാങ്. എനിക്കങ്ങനെ ഇവർ 4 ആളെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ 2 വലിയേച്ചിമാർക്ക് 2 കുഞ്ഞു ഉണ്ണിയുള്ള കൂടി കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിനൊപ്പം ഇവിടെ കാർത്തുമ്മയും ഞങ്ങളുടെ ഒരു മോളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ, മോളുടെ കുട്ടിയായിട്ട് ഫീൽ ചെയ്യാറില്ല. പിന്നെ പൊന്നിന് കുറേ വിഷമങ്ങൾ കാരണം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ഊണ് കഴിച്ചപ്പം തന്നെ പോകുന്നു, തലേദിവസം രാത്രി ഫുഡ് കഴിച്ചപ്പം തന്നെ പോകുന്നു, ഞങ്ങളെ ഡാൻസിൻ്റെ ഒപ്പം കൂടിയില്ല. പക്ഷേ എനിക്ക് ഒന്ന് കൂടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് വിഷമം അച്ഛനോട് പറയാം, എന്താ അച്ഛൻ അങ്ങനെ ചെയ്തതൊക്കെ നിന്നിട്ട് എണ്ണിപ്പറക്കലാണ് ഈ കണ്ടിട്ട്. ഷേബി ഉറങ്ങാൻ പോയി, കുണുക്കനും അച്ഛനും അവരെ കൂടിയിട്ട് കുറച്ച് അങ്ങനെ നീങ്ങി കഴിഞ്ഞൊരു മാഗി കട ഉണ്ട്, അവിടെ മാഗി കഴിക്കാൻ പോയിട്ട്. അപ്പോൾ ഞാനും എന്നെയായിരുന്നു പൊന്നു മാത്രം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പൊന്നു കുറച്ച് നേരം അച്ഛനോട് എന്താ അച്ഛൻ അങ്ങനെ ഉണ്ടായി, എൻ്റെ അച്ഛനല്ലേ, അച്ഛൻ്റെ വിഷമം മാറ്റി, അച്ഛൻ അച്ഛൻ്റെ ഒരു വിഷമം കാരണമൊക്കെ അത് മാറ്റി അച്ഛൻ, ഇനി അച്ഛൻ പഴയ പോലെ ആവുന്നൊക്കെ ഇരുന്നിട്ടാണ് പൊന്നു ഇരുന്നിട്ട് അച്ഛനെ ഉപദേശിച്ച് നന്നാക്കുന്നതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെയല്ല അച്ഛൻ്റെ മാനസികാവസ്ഥ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ ചിരിച്ചിരിക്കുന്ന ഒരു 1/2 മണിക്കൂറത്തെ ഫേസ് മാത്രമാണ്, അതല്ല അച്ഛന് ഭയങ്കര മൂകതര. പക്ഷെ അച്ഛന് ഞങ്ങൾ ആ മൂകതയിൽ തട്ടിയിട്ട് കഴിഞ്ഞാൽ അച്ഛനെ അതൊന്ന് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞങ്ങൾ അതിലേക്ക് തട്ടിയാണ് അച്ഛനെ കൈ പിടിച്ചിങ്ങനെ കൊണ്ടുവരണം. നിങ്ങൾ മനസ്സിലാക്കണം,
നിങ്ങളത് മനസ്സിലാക്കാണ്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാട്ടോ. അച്ഛനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി അച്ഛനെ ഞങ്ങൾ ഹാപ്പി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അച്ഛനെ പോയത് എന്താ വെച്ചാൽ അച്ഛൻ ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഈ 10 വർഷം ഡെയിലി കാണുന്ന ഒരാളാണ് അച്ഛൻ. ഇവിടെ എന്തെങ്കിലും എപ്പോഴും ഇത് പറയും യാത്രയിൽ 1-2 ദിവസം മാത്രമേ ഈ 10 വർഷത്തിൽ മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 2-3 നേരമായിട്ട് അച്ഛനെ കാണാൻ ആ ഒരു അച്ഛൻ ഒരു നിമിഷമില്ല. പിന്നെ അവരെ സംബന്ധിച്ച് 10-55 വയസ്സ് വരെ അച്ഛൻ കൂടെ ഉണ്ടായിട്ട് എനിക്കൊക്കെ എന്നാണ് 15 വയസ്സാകുമ്പോഴേക്കും അച്ഛൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ആ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവർ ഇത്രയും വലുതായിട്ട് ഒരു അച്ഛൻ അവിടെ അവരുടെ ഇവർക്കൊരു ശക്തിയായിരുന്നു അച്ഛൻ. അതില്ലാണ്ടായപ്പോൾ ഇവർ ഭയങ്കര മൂകതയായിട്ടാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഞാനത് കാറ്റും കാരണം ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കാൻ വെച്ചു. ഞാൻ പറഞ്ഞേ അച്ഛൻ്റെ വലിയൊരു ചേട്ടൻ അച്ഛൻ ക്ഷീണിച്ചു കണ്ട അതൊക്കെ പോയി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല ചേട്ടാ, ക്ഷീണിച്ചാലും അസുഖങ്ങളില്ലാണ്ടിരിക്കണം, കുഴപ്പമില്ല, ക്ഷീണം അത് വിഷയമില്ല. അതാണ് കേട്ടോ ഞാനും ചേട്ടൻ പൊന്നും പറയേണ്ട. അച്ഛൻ്റെ ഫേസൊക്കെ ആകെ കുഞ്ഞിതായി എന്തോ പോലെ ആയതായിരുന്നു. നിങ്ങൾ കാണുന്ന അച്ഛനല്ല ഇപ്പോൾ. അച്ഛന് ചില സമയത്ത് വീട്ടിൽ ഞങ്ങളോട് ആരോട് സംസാരിക്കുന്നില്ല, ഞങ്ങളോട് മൂകത, എനിക്കൊക്കെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായി തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ചെറിയ യാത്ര ഇതാക്കി. ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോൾ ഇപ്പോൾ പൊന്നും ഷെബിനും കാർത്തും കൂടുതൽ അവിടെയാണ്, കുഞ്ഞനും അച്ഛനും അവിടെ. ഇവിടെ ഞാനും കുണുക്കി TV കണ്ടിരിക്കും. പിന്നെ ഞാനും എന്നായിട്ട് മാത്രം പഞ്ഞുമായിട്ടും മൂകുതിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കത് ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങി. എൻ്റെ മൈൻഡും ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുഞ്ഞു യാത്ര ചെയ്തിട്ട് ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.